2006 ലയണൽ മെസ്സി തന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് കളിക്കുന്നത്. അന്ന് മെസ്സിക്ക് വെറും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നോർക്കണം. തൊട്ടടുത്ത വർഷം, അതായത് 2007 ക്യാമ്പ് നൗവിൽ വെച്ച് നടന്നൊരു യുനിസെഫ് ഫോട്ടോഷൂട്ടിൽ മെസ്സി പങ്കെടുക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് വെറും 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ മെസ്സിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കുഞ്ഞിനോടൊപ്പം മെസ്സി മനോഹരമായ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. പക്ഷേ ആ കുഞ്ഞ് ആരാണെന്നോ ഭാവിയിൽ ആരായി തീരുമെന്നോ അന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് നീണ്ട 17 വർഷത്തോളം ആ ഫോട്ടോ പുറം ലോകം കാണാതെ രഹസ്യമായി കിടക്കുകയും ചെയ്തു. ആ 17 വർഷങ്ങൾക്കിടയിൽ മെസ്സി ഒരു വേൾഡ് കപ്പ് വിന്നറായി, തൻ്റെ ജനറേഷനിലെ ഏറ്റവും മികച്ച കളിക്കാരനായി. എന്നാൽ ഇതേ സമയത്ത് തന്നെ മെസ്സിയോടൊപ്പം ഫോട്ടോയിൽ പങ്കെടുത്ത ആ പിഞ്ചു കുഞ്ഞ് ബാഴ്സലോണയുടെ അക്കാഡമിയിൽ ഫുട്ബോൾ കളിച്ച് വളരുകയായിരുന്നു. ആൻഡ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ അവൻ ഫുട്ബോൾ ലോകത്ത് ഒന്നടങ്കം ഞെട്ടിച്ചു. യൂറോ 2024 സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഗോൾ നേടിക്കൊണ്ട് സ്പെയിനിനെ അവൻ ടൂർണമെന്റ് വിജയിക്കാൻ സഹായിച്ചു. ആ കുഞ്ഞ് മറ്റാരും ആയിരുന്നില്ല, ഒരുപക്ഷെ ഫ്യൂച്ചർ മെസ്സി എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന സ്പെയിനിന്റെ ഏറ്റവും പ്രഗത്ഭനായ കളിക്കാരൻ, ഈ ലോകകപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ, സാക്ഷാൽ ലാമിൻ യമാൽ. ആൻഡ് വർഷങ്ങൾക്ക് മുമ്പ് ലയണൽ മെസ്സിയും കുഞ്ഞ് ലാമിൻ യമാലും ഒരുമിച്ചെടുത്ത ആ ഫോട്ടോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയോ? 2024 ആ ഫോട്ടോ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. ആൻഡ് ആ ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ എന്തായിരുന്നു എന്നറിയോ? ദ ബിഗിനിങ് ഓഫ് 2 ലെജൻഡ്സ്. 2 ഇതിഹാസങ്ങളുടെ തുടക്കം. ഒരു ഇതിഹാസം വേൾഡ് കപ്പ് കളിച്ചു തുടങ്ങുന്നു, മറ്റൊരു ഇതിഹാസം ജീവിച്ചു തുടങ്ങുന്നു. 2026 മെസ്സി തൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കുന്നു. ആൻഡ് ഇതേ ടൂർണമെന്റിൽ തന്നെയാണ് ലാമിൻ യമാൽ തൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പ് കളിക്കുന്നത്. മെസ്സിയുടെ ആദ്യത്തെ വേൾഡ് കപ്പിന് ശേഷം കൃത്യം 20 വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പുതിയ ജനറേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇതിഹാസം വിട പറയുമ്പോൾ മറ്റൊരു ഇതിഹാസം തൻ്റെ യാത്ര തുടങ്ങുന്നു. ബിയോണ്ട് 90 മിനിറ്റ്സ്. സ്കോർ ബോർഡിൽ കാണാത്ത ഫുട്ബോൾ കഥകൾ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.